ഞാനിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് കുറച്ച് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഈ വിനാഗിരി ഒഴിച്ച് അതിനകത്ത് വെള്ളത്തിലൂടെ ഇട്ട് വെക്കാവുള്ളൂ. വഴുവഴുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്കിന് ഇത് വേണ്ട ഞാനത് ചെയ്യുന്ന സമയം കൊണ്ട് ആമിക്കുട്ടൻ പരാതിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അമ്മമ്മയായിട്ട് വഴക്കിട്ടിട്ട്. എങ്ങനെ മുറിച്ചത്? അമ്മമ്മയല്ല, ഈ മുട്ടുണ്ടല്ലോ, മുട്ട തലക്കൊണ്ട് ഇങ്ങനെ എടുത്തു. തുടച്ചോ ഇനിയിപ്പോ അമ്മമ്മയുടെ തന്നെ പറ തുടച്ചോളാം. അങ്ങനെ അതും കേട്ടോണ്ട് നിന്നാൽ നമ്മുടെ പണിയൊന്നും നടക്കത്തില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴുകി വെച്ച് വിനാഗിരിയിൽ വെച്ചിരുന്ന ചിക്കനൊക്കെ ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെള്ളം പോകാൻ വേണ്ടി. അങ്ങനെ വേണ്ട ഇത് കണ്ടോ അഴുക്ക് പിടിച്ചിരിക്കുന്നത്, അതുപോലൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ പൊന്തി വരും വിനാഗിരിയിട്ട് വെച്ചാൽ. അപ്പോൾ നമുക്കിനി അത് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മസാല വേണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, വിരിഞ്ഞിട്ട് കണ്ണി കാണുന്ന എല്ലാ മസാലകളും വാരി അതിനകത്ത് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പുരട്ടണം. ഞാൻ ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് വെക്കുമ്പം വെള്ളത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ ചീറ്റി അങ്ങ് പോവും. പിന്നെ നമ്മുടെ മസാലയൊക്കെ അതിനകത്തുനിന്ന് അങ്ങ് വിണ്ടു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ മസാല പുരട്ടുമ്പോഴത്തേക്കിന് വെളിച്ചെണ്ണയ്ക്കകത്ത് പുരട്ടണം. എനിക്ക് ഒട്ടും മനസ്സുണ്ടായിട്ടല്ല, പിന്നെ നാളെ ചെയ്ത് നല്ല ഭംഗിക്കും വൃത്തിക്കും ടേസ്റ്റോടു കൂടിയൊക്കെ കഴിക്കണമല്ലോ, കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ വേണ്ടതെന്ന് കരുതി ഞാൻ എന്തായാലും വെളിച്ചെണ്ണയുടെ വിലയൊന്നും നോക്കാതെ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കനകത്തുനിന്നോടെല്ലാം പുരട്ടി നന്നായിട്ട് വൃത്തിയാക്കി പുരട്ടി അങ്ങ് വെക്കണം. ഈ ചിക്കനെ ഇതുപോലെ വൃത്തിയാക്കി ഒരിക്കലും പറയും നാളെ അരപ്പ് പുരട്ടി വെച്ച ചിക്കനെല്ലാം കൂടി നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാം. ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കരുത്, ഫ്രീസറിനകത്ത് വെക്കരുത്, ഫ്രിഡ്ജിനകത്തേ വെക്കാവുള്ളൂ. പിന്നെ ഞാൻ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പപ്പടം കാച്ചിൻ്റെ ബാക്കി വെളിച്ചെണ്ണയാണ് അതിനകത്തോട്ട് കറിവേപ്പിലയിട്ട് ചിക്കൻ ഓരോന്നായിട്ട് പെറുക്കി വെക്കുക. നല്ല രീതിയിൽ വെളിച്ചെണ്ണ ചൂടായില്ലായിരുന്നു. വിശപ്പുള്ളത് കൊണ്ടും ആമിക്കുട്ടന് വിശക്കുന്നതെന്ന് പറഞ്ഞ് കരയുന്നത് കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടും ചെയ്തതാണ്, ആക്രാന്തം മൂത്ത് ചെയ്തതല്ല. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽ ഷെഫന്മാർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാനൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണയ്ക്കകത്ത് കൈയൊക്കെ ഇട്ട് മുക്കും, അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആയി എനിക്ക്. അങ്ങനെ ബാക്കി വന്ന മസാലയെല്ലാം ഞാൻ ചിക്കൻ എടുത്ത പാത്രത്തിനകത്തോട്ട് വാരി വെക്കുകയാണ്. എന്തായാലും വെളിച്ചെണ്ണയൊക്കെ പോയതല്ലേ, എങ്ങനെ സമാധാനം കിട്ടും. ബ്രെഡ് കഴിക്കാം, ബട്ടർ ചട്ടിക്കകത്തോട്ടിട്ട് പൊരിച്ചെടുക്കാം. ആമിക്കുട്ടൻ കുറേ നേരമായിട്ട് പറയാം, അമ്മച്ചി ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ, എന്നെയും കൂടെ കാണിക്കുമെന്ന്. അങ്ങനെ ആമിക്കുട്ടൻ്റെ ആഗ്രഹം തീർത്തു കൊടുത്ത് ഞാൻ ഓരോ ബ്രെഡും ചുട്ടെടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഇതേ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കരിയാറായ പരുവായിരുന്നു. അങ്ങനെ ദേ വന്ന് നോക്കിയപ്പോൾ ബ്രെഡും ഒരു പരുവും തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ ആമിക്കുട്ടനും കഴിക്കാൻ കൊടുത്ത് ആമിക്കുട്ടൻ്റെ എക്സ്പ്രഷൻ കൊള്ളാം, അമ്മാമിക്ക് പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നുമില്ല. അങ്ങനെ ഞാനും കഴിക്കാനെടുത്തു. ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാൻ. ടാറ്റാ.